ആ പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ആ പേരല്ല, പല പേരുകളും വരാം, പല പേരും പരിഗണിക്കാം. പാർട്ടി എന്നിട്ട് കൂട്ടായി തീരുമാനിക്കുന്ന പേരാണ് പാർട്ടിയുടെ പേര്. അതാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതൊന്നും പുതിയ കാര്യങ്ങളല്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒരു അവലോകനം ഇല്ല, ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കൂടും, ഞങ്ങൾ കൂടും, അറിയിക്കുന്നതെല്ലാവരെയും. ദേശീയ അടിസ്ഥാനത്തിൽ CPI സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാധ്യതകൾ കൂടിയുള്ളൊരു ഘട്ടമാണല്ലോ. വഴി സ്ഥാനാർത്ഥിത്വവും ഇവിടേക്ക് പോകുമ്പോഴും എല്ലാ അവകാശം CPIക്ക് വിട്ടുതരിക. CPI സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അവകാശം CPIക്ക് വിട്ടുതരിക. അതിനകത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ അമിതോത്കണ്ഠയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ CPM ഒരു വിട്ടുവീഴ്ച ചെയ്തതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കാരണം 2 സീറ്റ് വന്നപ്പോൾ ഒന്ന് CPIക്ക് ഒന്ന് കേരള കോൺഗ്രസ്. അല്ല, അത് പറയാൻ CPIക്ക് മടിയില്ല. LDFിലെ ഒന്നാമത്തെ കക്ഷിയായ CPM LDFിന്റെ താല്പര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത ആ രാഷ്ട്രീയ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. സഹോദര പാർട്ടിയായ CPI ആ തീരുമാനം കൈക്കൊണ്ട CPIM-നെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. അത് LDFിന്റെ ഐക്യത്തിന് വേണ്ടി CPM ചെയ്ത ഒരു വലിയ